മരിച്ചിട്ട് 24 വർഷമായി. ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗിയാണ്. എനിക്ക് ഒരു മകനുണ്ടായിരുന്നു. ഒരു മകനും ഒരു മകളുമാണുള്ളത്. മകളെ കെട്ടിച്ചു വിട്ടു. മകനെ ജൂൺ 28 2023 ജൂൺ 28 ബാംഗ്ലൂരിൽ ഇൻറ്റീരിയലിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വെകുന്നില കെട്ടിടത്തിൽ അളവ് എടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ ലിഫ്റ്റ് വഴി കാൽ വഴുതി വീണ തലക്ഷണം റോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. അതിന് 6 വയസ്സുള്ള ഒരു ആൺകൊച്ചും അതിൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ സാവു എന്നൊരു സഹോദരൻ 4 സെൻറ്റ് സ്ഥലം തന്നു. അപ്പോൾ എൻ്റെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ടീച്ചറെ ഞാൻ സ്ഥലം കിട്ടി അന്ന് തുടങ്ങി 8 മാസങ്ങളായി വിളിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ടീച്ചർ വിളിച്ചു ടീച്ചറെ വന്നു. ചിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ 2024-26 ടൈമിൽ വുമൻസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ചിക്കാഗോ മലയാളി അസോസിയേഷൻ വഴി ഇങ്ങനൊരു വീട് ഷൈനിക്ക് നൽകാൻ സാധിച്ചതിൽ സന്തോഷം. മലയാളി അസോസിയേഷൻ്റെ 17ാമത്തെ വീടാണ് ഷൈനിക്ക് നൽകപ്പെടുന്നത്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ 302ാമത്തെ സ്നേഹഭവനം എന്ന് പറയുന്നത് ചിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ മെമ്പറായിരിക്കുന്ന ആഗ്നസിൻ്റെ സഹായത്താലാണ് ഷൈനിയുടെ കുടുംബത്തിനുമായിട്ട് ഇന്ന് അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിച്ച് നൽകുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇത് ചിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ 17ാമത്തെ വീടാണ് ഇന്ന് ആഗ്നസ് ത്രൂ നമ്മൾ ഇവിടെ നിർമ്മിച്ച് നൽകുന്നത്. ഒരുപാട് സന്തോഷം. ചിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ എല്ലാവർക്കും നന്ദി സ്നേഹമൊക്കെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാം.